മധ്യവേനലവധിയെ വ്യത്യസ്തമായ തരത്തിൽ ആഘോഷമാക്കുകയാണ് കൊച്ചിയിലെ കുട്ടിക്കൂട്ടങ്ങൾ. കൊടും വെയിലിലും കളിക്കളങ്ങൾക്ക് അവധിയില്ലെന്ന് ഉറക്കെ പറയുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒഴിച്ചാൽ വേനലവധി കാഴ്ചകൾക്ക് കാര്യമായ മാറ്റമില്ല. കുട്ടിക്കൂട്ടങ്ങളുടെ മധ്യവേനലവധി ആഘോഷങ്ങൾ അത്യുഷ്ണത്തിലും അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. പഴയ കാലത്തിന്റെ പ്രൗഢിയില്ലെങ്കിലും കുട്ടികൾക്കിടയിൽ കളിചിരി ഒച്ചകൾക്ക് ഇപ്പോഴും കുറവില്ല. പൊള്ളുന്ന ചൂടിലും അവയൊന്നും വകവെക്കാതെ കളിക്കളത്തിലിറങ്ങുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾ ഈ വേനലവധി ആഘോഷമാക്കുകയാണ്. എല്ലാവരും കളിച്ച് രാവിലെ ഇറങ്ങും, പിന്നെ വൈകിട്ടാകുമ്പോൾ തിരിച്ചു കയറും, ഫുട്ബോൾ കളിക്കും, അല്ലെങ്കിൽ പിന്നെ വല്ല മരത്തിന് മുകളിൽ കയറും, ടോർച്ച് ബോൾ കളിക്കും, പിന്നെ വേറെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇടക്കിടക്ക്. മണ്ണപ്പം ചുട്ടും മാവിൽ കയറിയും കണ്ണുപൊത്തിക്കളിച്ചും സൊറ പറഞ്ഞും അങ്ങനെ വേനലവധിക്കാലം മനോഹരമാക്കുന്ന ബാല്യകാലം. കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചങ്ങാതിമാർക്കൊപ്പമുള്ള കൂടിച്ചേരലുകളും കാൽപന്ത് കളിയും കളിക്കളങ്ങളിലെ തമാശകളും മാത്രമല്ല ഞങ്ങൾക്കിതെന്ന് ഓർമ്മപ്പെടുത്തുകയാണിവർ. എല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം ഇത് ഫുൾ ബോഡി വർക്കൗട്ടാണുള്ളത്, മൊത്തത്തിലൊരു വ്യായാമമുള്ളത്. അതായിട്ട് ഇടയ്ക്കിടെ ഫുട്ബോൾ കളിക്കും, പിന്നെ ടോർച്ച് ബോൾ എല്ലാം കളിക്കും, പിന്നെ ഇടയ്ക്ക് അച്ച കളിക്കും. ഇപ്പോൾ ഇവിടെ ജെസ്സി ആൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റി ഉണ്ട്, അവിടെ നിന്നാണ് ഫുള്ള് സപ്പോർട്ട് ഞങ്ങൾക്ക് പറമ്പെല്ലാം സെറ്റ് ചെയ്ത് തന്നതും, പിന്നെ അവിടെ പോയാൽ വെള്ളം കുടിക്കണതും എല്ലാം. അങ്ങനെയൊക്കെ തന്നെ അടിപൊളി പൊളി. പകൽ നേരങ്ങളിലെ കളികൾ അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ പിന്നെ മൊബൈൽ സ്ക്രീനിൽ അഭയം തേടുകയാണ് കുട്ടികൾ. ഗെയിമുകളും വെബ് സീരീസുകളുമാണ് ഇവയിൽ പ്രധാനം. പൊള്ളുന്ന വെയിലിൽ കളിക്കുന്നതിനേക്കാൾ അമ്മമാർക്ക് ആദ്യം മൊബൈൽ സ്ക്രീനിന് മുന്നിലെ ഈ കണ്ണും നട്ടുള്ള ഇരിപ്പാണ്. ഇത്തിരി സമയം കിട്ടിയ അപ്പം ഫോണിൽ നോക്കി ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കും. കണ്ണു പോകണം, ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാണില്ല, അന്നേരം ടി വി ആണെന്ന് പറയും, എന്നാലും നിങ്ങൾ കേൾക്കൊന്നുമില്ല. പഴയ അവധിക്കാലം കുട്ടികൾ കളിക്കുമായിരുന്നു, കൂടുതലായിട്ട് അവർക്ക് കളിയിലാണ് താല്പര്യം. ഇപ്പോഴത്തെ കുട്ടികൾ ഫോണിന് അഡിക്റ്റാണ്, കളിക്കലില്ല ഇപ്പം. പക്ഷെ ഇവിടെ കുറച്ച് കുട്ടികൾ കളിക്കാറുണ്ട്, ഇവിടെ പറമ്പിൽ കളിക്കാറുണ്ട്. അവർ പഴയ ആ ഒരു കാലത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അവധിക്കാലത്തിന്റെ പൂർണ്ണ അവകാശികൾ കുട്ടികളാണ്. അതെങ്ങനെ ആഘോഷിക്കണമെന്ന് കുട്ടികൾ തീരുമാനിക്കും. വായനയിലേക്കും സർഗാത്മകതയിലേക്കും കുട്ടികളെ വഴിതിരിച്ചുവിടാൻ മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കണം. അബു താഹിറിനൊപ്പം അനഘ നരിക്കുനി, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.